our tour.1961 എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് നമ്മുടെ പഴയ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മഗൃഹമായ ആനന്ദ് ഭവനാണ്. കുംഭമേളയിൽ സ്നാനം ചെയ്ത് പിറ്റേ ദിവസം ഞങ്ങൾ പോയത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലുള്ള ആനന്ദ് ഭവൻ കാണാനാണ്. നെഹ്റു കുടുംബത്തിൻ്റെ തറവാടായിരുന്ന ഈ വീട് ഇപ്പോൾ ഒരു മ്യൂസിയമാണ്. ഇന്ദിരാഗാന്ധിയുടെ കുട്ടിക്കാലം വരെയുള്ള നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരിടം കൂടിയാണിത്. സ്വാതന്ത്ര്യ കാലത്ത് നെഹ്റു കുടുംബവും ഗാന്ധി കുടുംബവും തമ്മിൽ വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത് ഇവിടെ വെച്ചാണ്. ആനന്ദ് ഭവൻ കണ്ട ശേഷം പിന്നീട് ഞങ്ങൾ പോയത് ആസാദി പാർക്ക് കാണാനാണ്. ചന്ദ്രശേഖർ ആസാദ് പാർക്ക് എന്നും ഇതിനെ അറിയപ്പെടുന്നു. 1870 അൽഫ്രഡ് പാർക്ക് എന്ന പേരിലാണ് ഇത് നിർമ്മിച്ചത്. 1931 വിപ്ലവകാരിയായിരുന്ന ചന്ദ്രശേഖർ ആസാദ് ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ ഇവിടെ വെച്ചാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് പിന്നീട് ഈ പാർക്കിന് ചന്ദ്രശേഖർ ആസാദ് പാർക്ക് എന്ന് പേരിട്ടത്. ഈ പാർക്കിനടുത്ത് തന്നെയാണ് ചന്ദ്രശേഖർ ആസാദി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന പോരാളിയായിരുന്നു ചന്ദ്രശേഖർ ആസാദ്. ഈ മ്യൂസിയത്തിൽ ശില്പങ്ങളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട്. പ്രധാനപ്പെട്ടത് ഗുപ്ത സാമ്രാജ്യ കാലഘട്ടത്തിലെ ശില്പങ്ങളാണ്. ശിവൻ, വിഷ്ണു, ബുദ്ധൻ തുടങ്ങിയ ദൈവങ്ങളുടെയും ദേവതകളുടെയും ശില്പങ്ങൾ ഇവിടെ കാണാം. ഈ മ്യൂസിയം 3 നിലകളായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ നിലയിൽ നിറയെ പെയിൻറ്റിങ്സും മറ്റുമുള്ള ഒരു ആർട്ട് ഗാലറിയും ഉണ്ട്. മൂന്നാമത്തെ നിലയെ അറിയപ്പെടുന്നത് നെഹ്റു ഗാലറി എന്നാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.